ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ഡോറി നെക്ക് ഡിസൈൻ നോക്കിയാലോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ട് പാർട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ക്യാൻവാസിലേക്ക് നമുക്ക് നെക്ക് ഡിസൈൻ വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാൻവാസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചു. നെക്ക് വിട്ട് എടുക്കുന്നത് 4 ഇഞ്ചസ് ആണ്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 6.5 ഇഞ്ചസ് ആട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചസ് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത ലൈനിലൊരു 2 ഇഞ്ചസ് താഴേന്ന് ഇതുപോലെ അടയാളപ്പെടുത്തുക. അതുപോലെ 4 ഇഞ്ചസിൽ ഒരു 1.5 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ജോയിൻറ്റ്സ് എല്ലാം കൂടെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരു കേർവായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ചിലർ യു ആയിട്ട് കൊടുക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ വി ആയിട്ടാട്ടോ എടുക്കുന്നത്. ഈ 2 പോയിൻറ്റ്സിലാട്ടോ നമുക്ക് ഡോറി വെക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാൻവാസ് ഒരു ക്ലോത്തിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് അതിലേക്ക് നമുക്ക് പിൻ വെച്ച് ഇതുപോലെ സെക്യൂർ ചെയ്തെടുക്കാം. ഇനി ഈ കാണിക്കുന്ന പോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിതുപോലെ 2 ഡോറി മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 2 പോയിൻറ്റ്സിലായിട്ട് ഈ ഡോറി വെച്ച് കൊടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ഡോറിയും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആ പോയിൻ്റ് തന്നെ ഡോറി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ നെക്കിൻ്റെ ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഡോറി കറക്റ്റ് സെൻറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പോയിൻറ്റിൻ്റെ. ഇനി നമുക്ക് ജസ്റ്റ് ഈ നെക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡോർ ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറച്ചിട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ അയൺ ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് മേളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, ജസ്റ്റ് അയൺ ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.